ഹലോ ഓൾ, വെൽക്കം ടു IC അക്കാഡമി. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഗേറ്റ് 2022 പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗേറ്റ് സീരീസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഈ വീഡിയോ സെഷനിൽ നമ്മൾ ഗേറ്റിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഗേറ്റിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനും എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഗേറ്റിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് പറയാനുമാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ നമുക്കറിയാം ഗേറ്റ് എന്ന് പറയുന്ന എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. എന്നാലും നമ്മളൊന്ന് ക്ലിയർ ചെയ്യാണ്. 65 ക്വസ്റ്റ്യൻസ് വരുന്ന 100 മാർക്കിൽ വരുന്ന ഒരു എക്സാമാണ് ഇത് ഗേറ്റ് എക്സാം എന്ന് പറയുന്നത്, അല്ലേ? ആൻഡ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ് ഗേറ്റിൽ. ഈ ഒരു ഇടയായിട്ട് എല്ലാ PUC ഡിപ്പാർട്ട്മെൻറ്റ്സും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഇതിലൂടെയാണ്, ഗേറ്റിലൂടെയാണ്. നമുക്ക് നല്ല നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിലും നമ്മൾ ഏത് ത്രൂ ചെയ്യാൻ പറ്റുള്ളൂ? ഗേറ്റ് ത്രൂ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതിനെല്ലാം നമുക്ക് എന്ത് വേണം? നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻ ഗേറ്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ നോക്കുക, നമ്മൾ ഇയർ വൈസ് ക്ലാസിഫിക്കേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഗേറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൽ എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് നമുക്ക് ഈ മാർക്കിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ആൻഡ് സെറ്റ് 1 സെറ്റ് 2 എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഗേറ്റിൻ്റെ പാറ്റേൺ തന്നെ മാറി, അല്ലേ? ആദ്യം മൾട്ടിപ്പിൾ ചോയ്സും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്, ന്യൂമറിക്കൽ ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്ത് വന്നു തുടങ്ങി? MSQ കൂടി വന്നു തുടങ്ങി. എന്താണ് MSQ? മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലേ? ഒന്നോ അതിൽ കൂടുതലോ എന്തുണ്ടാവാം? ചോയ്സസ് ശരിയാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 4 ചോയ്സസ് ഉണ്ടാവാം, ശരിയാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ എന്തുണ്ട് ഇത്തവണ അല്ല, കഴിഞ്ഞ തവണ മുതൽ ഗേറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണ IIT ബോംബെ ആയിരുന്നു ഗേറ്റ് കണ്ടക്ട് ചെയ്തത്. അവരാണ് എന്ത് ചെയ്തത്? ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ അല്ലേ? ആൻഡ് നമുക്കറിയാം ഇത്തവണ ആരാണ് ഗേറ്റ് കണ്ടക്ട് ചെയ്യുന്നത്? IIT ഖരഗ്പൂറാണ്. ഇതിനു മുമ്പ് IIT ഖരഗ്പൂർ ഗേറ്റ് കണ്ടക്ട് ചെയ്ത വർഷങ്ങൾ ഏതൊക്കെയാണ്? 2000. നമുക്ക് 1990കളിൽ പോകേണ്ട ആവശ്യമില്ല, കാരണം ഗേറ്റിൻ്റെ ആ പാറ്റേൺ തന്നെ അവിടെ മാറ്റമുണ്ട്. ഓക്കെ, നമുക്ക് 2000 ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 2000 IIT ഖരഗ്പൂറാണ്, 2006 IIT ഖരഗ്പൂറാണ്, 2014 IIT ഖരഗ്പൂറാണ്, ആൻഡ് ഇനി വരാൻ പോകുന്നപ്പോഴാണ് 2022. ഓക്കെ, ആൻഡ് IIT ഖരഗ്പൂർ ഇടുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ടഫ് ക്വസ്റ്റ്യൻസും അല്ല, പക്ഷേ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും അല്ല. എങ്ങനെയാണ്? ഒരു മോഡറേറ്റ് ലെവലിൽ, അതായത് ഒരു ആവറേജ് സ്റ്റുഡൻസിനും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് IIT ഖരഗ്പൂരിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ഇനി സോ നമ്മൾ എന്തിനെ പ്രതീക്ഷിക്കണം? എക്സാം വളരെ ടഫാൻ ചാൻസ് ഇല്ല എന്ന് പ്രതീക്ഷിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സോ ലാസ്റ്റ് 5 ഇയേഴ്സിലെ നമ്മളൊരു പ്രീവിയസ് ഇയർ എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൻ്റെ മാത്രം മാർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, 2017 സെറ്റ് 1 നോക്കിയേ, 10 മിനിമം 10 മാർക്കിന് എന്ത് ചോദിച്ചിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഗേറ്റ് എക്സാമിൽ ഒരു സബ്ജക്റ്റ് 10 മാർക്കിന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? 10 മാർക്കിന് ഒരു സബ്ജക്റ്റ് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരിക്കലും നമുക്കത് എന്ത് ചെയ്യില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ കറസ്പോണ്ടിങ് സെറ്റ് 2 നോക്കിയേ, മിനിമം 10 മാർക്ക് എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ 10+ മാർക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് ഇത് എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൻ്റെ പ്രത്യേകത എന്താണ്? ന്യൂമറിക്കൽ മാത്രമല്ല, നല്ല രീതിയിൽ തിയറിയും വരുന്ന ഒരു പോർഷനാണ്, അല്ലേ? 1 മാർക്ക് തിയറി ചോദിക്കാം, 2 മാർക്ക് തിയറി ചോദിക്കാം, അതേപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ന്യൂമറിക്കലും കൂടി വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ പ്രീവിയസ് മാർക്ക് അനാലിസിസ് പറയുന്നത്. ഓക്കെ, ഇവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. പറയാൻ ഉദ്ദേശം എന്താണ്? എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് അതിൽ നമ്മൾ എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിലബസ് ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഓഫ് എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, വാട്ടർ ഡിമാൻഡ് ഫസ്റ്റ് ടോപ്പിക് നോക്കാം നമുക്ക്. വാട്ടർ ഡിമാൻഡ് എന്താണ്? നമുക്കൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സർട്ടൻ പോപ്പുലേഷൻ ഉണ്ടാവും. അവിടെ ആ പോപ്പുലേഷൻസ് എല്ലാം ഡിമാൻഡ് ചെയ്യുന്ന ഒരു വാട്ടർ ഡിമാൻഡ് ഉണ്ടാവും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന, അതായത് മെയിൻലി പോപ്പുലേഷൻ ഇക്വാലൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണിത് വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി അവിടുന്ന് ഈ വർഷങ്ങളിലൊന്നും ഒരു 5-6 വർഷങ്ങളിലൊന്നും എന്ത് ചോദിച്ചിട്ടില്ല, ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇനി വന്നേക്കാം. ഓക്കെ, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇന്ന പോർഷൻ്റെ ക്വസ്റ്റ്യൻ വരും, ഇന്ന ക്വസ്റ്റ്യന് ക്വസ്റ്റ്യൻ വരില്ല.
എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടോപ്പിക്കിലെ വളരെ സിമ്പിൾസ്റ്റ് പോർഷൻ ആണ് വാട്ടർ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ. ഗേറ്റ് എന്ന് പറയുന്ന എക്സാമിന് മാത്രമല്ല, സിവിലിലെ ഏത് എക്സാമിനും, ഓക്കെ, നമ്മൾ എഞ്ചിനീയറിംഗ് സർവീസ് നോക്കുകയാണെങ്കിലും ഇനി ഏതെങ്കിലും സ്റ്റേറ്റ് PSC SSC എല്ലാ എക്സാമും നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് ക്വാളിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ, എന്തിനാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് വാട്ടർ അറിയേണ്ട ആവശ്യം? നമുക്ക് വാട്ടറിൻ്റെ ക്വാളിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിന് എത്രത്തോളം ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലേ, നമുക്ക് വാട്ടർ ഉപയോഗിക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി വാട്ടർ വേണ്ടേ? സോ ആ ക്വാളിറ്റി നമ്മൾ ആദ്യം അറിയണം. എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റി ആഡ് ചെയ്യണം. എന്തെങ്കിലും ക്വാളിറ്റി മോശമായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. സോ അതിനുവേണ്ടി നമ്മൾ എന്തറിയണം? ആദ്യം ക്വാളിറ്റി ഓഫ് വാട്ടർ, വരുന്ന വാട്ടറിൻ്റെ ക്വാളിറ്റി അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? വാട്ടർ ട്രീറ്റ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയാണ് ടോപ്പിക്സിൻ്റെ. സോ എന്താണ്, നമുക്ക് വാട്ടറിൻ്റെ ക്വാളിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം? വാട്ടറിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഒരുപാട് പ്രോസസ്സ് ഉണ്ട് വാട്ടറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? നമ്പർ ഓഫ് സ്റ്റെപ്സ് തന്നെ ഉണ്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റിന്. അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് ഇവിടെ. ആൻഡ് അതും എന്താണ്, മറ്റൊരു രീതിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. മാർക്ക് നിങ്ങൾ നോക്കിയേ, 2009 4 മുതൽ 7 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട്. ബോത്ത് തിയറി ആൻഡ് ന്യൂമറിക്കൽ. ഓക്കെ, 2 മാർക്കിൻ്റെ ന്യൂമറിക്കലാണ്, പക്ഷേ വലിയ ന്യൂമറിക്കലാണ് ഉണ്ടാവുക. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഗേറ്റിലെ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ വളരെ ലെങ്തി ആയിരിക്കും. വളരെ ലെങ്തി എന്ന് വെച്ചാൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യണ്ട എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാവും. കാരണം മടുപ്പിക്കും, ക്വസ്റ്റ്യൻ അത്രയും ലെങ്തി ആയിരിക്കും. ഓക്കെ, നമുക്കറിയാത്ത വേർഡ്സുകൾ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മടുപ്പ് തോന്നും, നമ്മൾ നിർത്തി പോകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളെന്താ ചെയ്യേണ്ടത്? ഗേറ്റിന് നിങ്ങൾ സീരിയസ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള മടുപ്പ് തോന്നിക്കുന്ന ക്വസ്റ്റ്യനുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, 1, 2, 3 തവണ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. പിന്നെ അതിൻ്റെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, അത് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, വളരെ ഈസിയിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതിന് കൂടെ തന്നെ പ്രീവിയസ് ഇയർ ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിന് പാരലായിട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് 2 ആണ്. 1, ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഈ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം എന്ന് നമുക്ക് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. 2, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? സോ നമ്മളെ ലെക്ചേഴ്സിൽ നമ്മൾ സാധനങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് മൊത്തം എന്തായിരിക്കും? പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? സോ നിങ്ങൾ പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് വറിയിടാനുള്ള ആവശ്യമില്ല. അതിനെ ബേസ്ഡ് ചെയ്തിട്ടുള്ള തിയറിയാണ് നമ്മൾ പറയുന്നത്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റുള്ള പോയിന്റുകൾ നമ്മൾ പറയുന്നുണ്ട്. പ്രീവിയസ് ഇയർ എഞ്ചിനീയറിംഗ് സർവീസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ഗേറ്റ് നമ്മൾ എന്തായാലും കംപ്ലീറ്റ് എന്ത് ചെയ്യും? നമ്മളെ കവർ ചെയ്യും. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതിന് മുകളിലേക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ സെറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് അതിൻ്റെ ഒരുപാട് ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ അല്ലേ? അതാണ് മെയിൻ പോയിന്റ്. നമ്മളിവിടെ ലെക്ചേഴ്സിൽ കറക്റ്റ് തിയറി നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അതിനെ ബേസ്ഡ് വരുന്ന ഗേറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മളത് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? സോ കോൺസെപ്റ്റും അതിനെ ബേസ്ഡ് ക്വസ്റ്റ്യൻസും നമ്മൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരും. സോ പ്രീവിയസ് ഇയർ ഗേറ്റിനെ കുറിച്ച് നിങ്ങൾ വറീഡ് ആവുകയോ വേണ്ട, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിൽ തന്നെ കവർ ചെയ്യും. അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യനുകൾ ചെയ്യണം, കാണണം, അത് ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി നമ്മളൊരു തിയറി ഒരു സെഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള നോട്ട്സ് നമ്മൾ അതിൻ്റെ സെഷൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എഴുതി തരും. അതായത് നമ്മൾ പറയും നിങ്ങൾ എഴുതണം. ഓക്കെ അല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഓരോ വീഡിയോ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? അന്നെടുത്ത ആ ഒരു വീഡിയോ സെഷനിലെ നോട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഷോർട്ടായിട്ട് മറ്റൊരു ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. അതായത് ക്ലാസ്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട് നമ്മൾ വലിയ കോളേജ് ബുക്കുകളായിരിക്കും അല്ലേ? സോ അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എഴുതും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതും. ഓക്കെ, വീഡിയോ ലെക്ചർ കണ്ടുകൊണ്ട് നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതും. ഓരോ വീഡിയോ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾ മറ്റ് ചെറിയൊരു നോട്ട് എടുക്കണം. ഒരു 100 പേജിൻ്റെ നോട്ട്, എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഒരു 100 പേജിൻ്റെ നോട്ട് എടുത്തു കഴിഞ്ഞാൽ, 100 പേജുള്ള ചെറിയ നോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലെ ഓരോ വീഡിയോ സെഷൻ കഴിയുമ്പോഴും നമ്മൾ എടുത്ത ക്ലാസ്സിൻ്റെ ഒരു മാപ്പ് എങ്ങനെയായിരുന്നു? അതായത് ആദ്യം നമ്മൾ ക്വാളിറ്റി ഓഫ് വാട്ടർ ഡിസ്കസ് ചെയ്തു,
പിന്നെ അതിനുശേഷം ഏതൊക്കെയാണ് ക്വാളിറ്റി വാട്ടർ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ആ ചെറിയൊരു പോയിന്റുകൾ, ഷോർട്ട് ആയിട്ടുള്ള നോട്ടുകൾ, ഓരോ ലൈനുകൾ എഴുതുക. നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തത് എന്ന് വളരെ ക്രിസ്പായിട്ട് എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടിൽ എഴുതുക. എന്തെങ്കിലും ഫോർമുല ഉണ്ടെങ്കിൽ ആ ഫോർമുല എന്ത് ചെയ്യുക, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്തിടുക. എന്തെങ്കിലും കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? സോ ദാറ്റ് നമ്മൾ കുറേ പഠിച്ച് അവസാനം എത്തുമ്പോൾ അല്ലേ, നമ്മുടെ നോട്ടുകളൊക്കെ വലിയ നോട്ടുകളായിരിക്കും. ഗേറ്റ് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാണ്ട്. ഓക്കെ, നമുക്ക് ഗേറ്റിൻ്റെ ടോപ്പിക്സ് റിവൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് മാത്രം മതി, ഈ ഷോർട്ട് നോട്ട് മാത്രം മതി. നമ്മൾ ഈ ഷോർട്ട് നോട്ട് നോക്കുമ്പോൾ ഓക്കെ, ഇന്ന ദിവസം ഇതായിരുന്നു പഠിച്ചത്, ഇത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വന്നത്, അതിനനുസരിച്ചുള്ള കൺസെപ്റ്റ് ആയിരുന്നു ഇത്. ഇനി ഷോർട്ട് നോട്ടിൽ എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫുൾ ആയിട്ടുള്ള നോട്ടിലേക്ക്, ക്ലിയർ ആയിട്ടുള്ള നോട്ടിലേക്ക് തിരിച്ചു പോകും. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്, നിങ്ങൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. എന്താണ് ഷോർട്ട് നോട്ട്? നമ്മൾ അത് കാണിക്കും, ഓരോ സാമ്പിളുകൾ ഓരോ വീഡിയോ സെഷൻ തുടങ്ങുമ്പോഴും. അതായത് ഇന്നൊരു വീഡിയോ സെഷൻ നിങ്ങൾക്ക് കിട്ടി, അടുത്ത ദിവസം നമ്മൾ ഒരു പുതിയ ലെക്ചർ തുടങ്ങുമ്പോൾ നമ്മൾ തുടങ്ങുന്നത് പ്രീവിയസ് വീഡിയോ സെഷനിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു എന്ന് നമ്മൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതി കാണിക്കും. ഓക്കെ അല്ലേ? നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യണം. നമ്മൾ ഒരു 1-2 എക്സാമ്പിൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിക്കും. ഓക്കെ, ഷോർട്ട് നോട്ടുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്കിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം, ഒന്ന് ആൾട്ടർ ചെയ്യാം. പക്ഷേ തീർച്ചയായിട്ടും ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? മൂന്നാമത്തെ സ്റ്റെപ്പ്, ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കിയല്ലോ, അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ ഒരു നോട്ടുണ്ട്, ദാറ്റ് ഈസ് മൈക്രോ നോട്ട്സ്. ഈ മൈക്രോ നോട്ട്സുകൾ ഉണ്ടല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗേറ്റിൻ്റെ 1 മാസം മുമ്പ്, ഗേറ്റിൻ്റെ 2 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഗേറ്റിലെ സിലബസ് ഫുൾ റിവൈസ് ചെയ്യാൻ പറ്റും ഈ മൈക്രോ നോട്ട്സ് വെച്ചിട്ട്. അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? നമുക്ക് എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് ഫോർമുലാസ് പറയാനുണ്ട്. നമ്മൾ ഈ ഫോർമുലാസ് മാത്രം നമ്മൾ എന്ത് ചെയ്യും, A4 ഷീറ്റിലേക്ക് മാറ്റി എഴുതും. ഓക്കെ, നിങ്ങൾക്ക് സൗകര്യമുള്ള പേപ്പറിൽ എഴുതാം, പക്ഷേ A4 ഷീറ്റിൽ എഴുതുന്നതായിരിക്കും നന്നാകുക, അല്ലെങ്കിൽ ന്യൂസ് പ്രിന്റിൽ എഴുതാം. അതായത് നമ്മൾ എൻഡ് ഓഫ് ദ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിലെ എല്ലാ ഫോർമുലാസും ഈ 2 പേജിൽ ഒതുങ്ങും. അത്രയ്ക്കും ചെറുതാക്കി എഴുതുക. ഓക്കെ, അത്രയും ചെറുതാക്കി എഴുതുക. എന്താണ് പറഞ്ഞത്? നിങ്ങളെ ഒരു പേജ് ഉണ്ടെങ്കിൽ, ഇഫ് ദിസ് ഇസ് യുവർ A4 ഷീറ്റ് ആണെങ്കിൽ ഒരു ഫോർമുല വളരെ ചെറുതാക്കി ഫോർമുല എഴുതുക. ഈ പേജിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഒരു സൈഡ് തന്നെ. ഓക്കെ, രണ്ടാമത്തെ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുലകൾ മാത്രം എന്ത് ചെയ്യുക, ഇതിലിങ്ങനെ എഴുതി പോവുക. സോ ദാറ്റ് നമ്മുടെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൻ്റെ മൊത്തം ഫോർമുല നമുക്കൊരു 2 A4 ഷീറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. അത്രയ്ക്ക് മൈന്യൂട്ടായിട്ട് ഇത് നമ്മുടെ ഉദ്ദേശം എന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് നമുക്ക് ഉറപ്പ് വരും. വീണ്ടും പറയുകയാണെ, എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് വലിയ എന്ന് വെച്ചാൽ നല്ല വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അതിൽ നല്ലപോലെ തിയറി ഉണ്ട്, നല്ലപോലെ ന്യൂമറിക്കൽസ് ഉണ്ട്, അതായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും, കൺസെപ്റ്റ്സും ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ടച്ച് വിടാൻ പാടില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ വീഡിയോ ലെക്ചറുകൾ ഡയറക്റ്റായിട്ട് തരുന്നത്. നിങ്ങൾക്ക് നോട്ട്സ് നമ്മൾ ഡയറക്റ്റായിട്ട് തരും. നോട്ട്സ് മീൻസ് നമ്മൾ നോട്ട് നിങ്ങളെ കൊണ്ട് ഡിക്റ്റേറ്റ് ചെയ്യിക്കും. ഓക്കെ അല്ലേ? നിങ്ങൾ അതെന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് എഴുതണം. ലെക്ചർ കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ എന്ത് ചെയ്യണം, നോട്ടുകൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? നമ്മൾ എന്തായാലും നോട്ട് എഴുതി തരും. അതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളേതായ ലാംഗ്വേജിലും എന്ത് ചെയ്യണം, എന്താണ് കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ അതിന് അനുസരിച്ച് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ അതായത് ഓരോ വീഡിയോ ലെക്ചറിലും 4-5 ഫോർമുല കാണും. അത് ഓരോ ദിവസം തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ലിസ്റ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇതാണ് മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി. ഇതാണ് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ ചെയ്യേണ്ട സ്ട്രാറ്റജി ഇതാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ടോപ്പിക്ക് റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഒരു തവണ കൺസെപ്റ്റ് കേട്ടു, നിങ്ങൾക്കത് മനസ്സിലായി, നിങ്ങൾ അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഇന്ന ടോപ്പിക്കിൽ ഇന്ന ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, സോ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്ന ഐഡിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചാണ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത്. നാളെ നമ്മൾ ഈ ഷോർട്ട് നോട്ട് റിവൈസ് ചെയ്യുമ്പോൾ ഡെയിലി റിവൈസ് ചെയ്യണം. നാളെ നമ്മൾ ഈ ഷോർട്ട് നോട്ട് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ക്ലിക്കാകാൻ പറ്റും. സീരിയസ് ആയിട്ടാണ് നിങ്ങൾ ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റെഗുലറായിട്ട് റിവൈസ് ചെയ്യണം. റെഗുലറായിട്ട് റിവൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഇന്നതൊക്കെയാണ് പോയിന്റ് പറഞ്ഞതെന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു 2 ആഴ്ച റിവൈസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എല്ലാ ടച്ചും പോകും. പിന്നെ നമ്മൾ 0 എന്ന് തുടങ്ങണം. ഓക്കെ അല്ലേ? റിവിഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലേണിങ്ങിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സോ റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിവിഷൻ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷോർട്ട് നോട്ടും മൈക്രോ നോട്ട്സും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ തീർച്ചയായിട്ടും നിങ്ങൾ ഷോർട്ട് നോട്ടിൻ്റെയും മൈക്രോ നോട്ട്സിൻ്റെയും പ്രിപ്പറേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പ്രീവിയസ്ലി ആ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ
ഇതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ സെക്ഷൻസും ആണ്, തിയററ്റിക്കൽ സെക്ഷൻസും ആണ് ഏതൊക്കെ ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ സോഴ്സസ് പറയാനുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ പറയാനുണ്ട്, കറസ്പോണ്ടിങ് വെൽ ഹൈഡ്രോളിക്സ്. ദെൻ നമ്മൾ യൂസ് ചെയ്ത വാട്ടർ കുറച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആയി മാറില്ലേ, സോ ദാറ്റ് ഈസ് ക്വാളിറ്റി ഓഫ് വേസ്റ്റ് വാട്ടർ. പിന്നെ ആ ക്വാളിറ്റി ഓഫ് വേസ്റ്റ് വാട്ടർ അറിഞ്ഞതിന് ശേഷം നമ്മൾ വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യണം. എന്തിനാണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യേണ്ടത്? എന്തിനാണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? നമുക്ക് വെറുതെ ആ വേസ്റ്റ് വാട്ടർ എൻവിറോൺമെൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഹസാർഡസ് ടു എന്താണ്, എൻവോൺമെൻ്റ് ആണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. സോ അതിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ടെംഡ് ആസ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. അടുത്തത് ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, സീവേജ് ഡിസ്പോസ് ചെയ്യണം. ദെൻ അതിനുവേണ്ടി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വേണം, ദാറ്റ് ഈസ് സീവേഴ്സ് വേണം. പിന്നെ നമുക്ക് കുറച്ച് മാറിയിട്ടുള്ള ഈ പറഞ്ഞത് കുറച്ച് മാറിയിട്ടുള്ള ടോപ്പിക്കാണ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. വളരെ ചെറിയ ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻസ് അത്ര ഇല്ല, എന്നാലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് തിയററ്റിക്കലി. ഓക്കെ, നോക്കിയാൽ വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. 0 to 2 marks, 0 to 2 marks and 0 to 1 mark ഇൻ ദ ഇയർ 19, 20 and 21. നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ആ ഒരു ട്രെൻഡാണ് നോക്കുന്നത്. കാരണം എന്താ പറയുക, ഈ ട്രെൻഡാണ് നമുക്ക് ഇനി മുന്നോട്ട് കാണാൻ പോകുന്നത്. ഓക്കെ, ഈ ട്രെൻഡാണ് നമുക്ക് ഇനി മുന്നോട്ട് കാണാൻ പോകുക. സോ ആ ട്രെൻഡിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമ്മൾ 90s മുതലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു തുടങ്ങും. 90s മുതലുള്ള പ്രീവിയസ് ഇയർ ഗേറ്റ് മൊത്തം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എന്നാലും നമ്മൾ എംഫസൈസ് ചെയ്യേണ്ട എന്താണ്, പ്രീവിയസ്ലി ഒരു 5 വർഷം 3 വർഷം ആ ട്രെൻഡാണ് നോക്കേണ്ടത്. കാരണം ക്വസ്റ്റ്യൻ്റെയും എക്സാമിൻ്റെയും പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതിനനുസരിച്ച് തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവുക. ഇനി ലാസ്റ്റ് പോർഷനാണ് എയർ ആൻഡ് നോയ്സ് പൊല്യൂഷൻ. എയർ ആൻഡ് നോയ്സ് പൊല്യൂഷൻ ഇത് മറ്റൊരു രീതിയിലുള്ള എൻവയോൺമെൻറ്റിലെ പൊല്യൂഷൻ ടൈപ്പാണ്. ഇത് അത്യാവശ്യം മാർക്കിന് ചോദിക്കുന്നതാണ്. ഒരു 3 മാർക്കിനൊക്കെ ഒരു സിംഗിൾ ചാപ്റ്റർ ചോദിക്കാന്ന് പറഞ്ഞാൽ വളരെ കാര്യമാണ്. ഓക്കെ, ആൻഡ് വളരെ സിമ്പിൾ ടോപ്പിക്കാണ്, തിയററ്റിക്കലിയും വളരെ ചെറിയ ഫോർമുലാസും വരുന്ന ഏരിയ ആണ്. സോ മൊത്തത്തിൽ എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 10+ മാർക്ക് വരുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം ഗേറ്റിൻ്റെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് അറിയാണ്ടാവും. നമ്മളിപ്പോൾ എൻവയോൺമെൻറ്റിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഗേറ്റിൻ്റെ സിലബസ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു 5-6 ടോപ്പിക് ഉണ്ട് അല്ലേ. ഒരു 5-6 എൻവയോൺമെൻറ്റ് പോലത്തെ ഒരു 5-6 ടോപ്പിക് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാത്സ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, സോയിൽ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, ഫ്ലൂയിഡ് മെക്കാനിക്സ്, RCC. ഓക്കെ, ഇതെല്ലാം എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. 5-6 ടോപ്പിക്സ് ഉണ്ട്. 10 മാർക്കിൽ കൂടുതൽ ചോദിക്കുന്ന 5-6 ടോപ്പിക്സ് ഉണ്ട്. ഇല്ലേ? സോ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ സിലബസിൻ്റെ ഒരു 50% കവർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ല ഈ പറഞ്ഞ സബ്ജക്റ്റ് എല്ലാം എന്താണ്, സിലബസിൻ്റെ ഒരു 50%. ഈ സിലബസിൻ്റെ 50% നമ്മൾ ക്ലിയർ ആയിട്ട് കവർ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 70 to 80% ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണേ, നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്സ് ഇത് ഒരു 50% സിലബസ് ആണ് വരുന്നത്. ഈ 50% നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 70 to 80% ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് കണ്ണു കൊടുക്കേണ്ടത്. നമ്മളെ ഹാർഡ് വർക്ക് ഫുള്ള് എന്താണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ബാക്കിയുള്ള സബ്ജക്റ്റും നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് തന്നെ ചെയ്യും. അത് ചെയ്യണം. ഒരു ടോപ്പിക്ക് നമ്മൾ മിസ്സാക്കില്ല, നമ്മൾ ഒരു ഗ്യാപ്പും കൊടുക്കില്ല. എല്ലാ രീതിയിലും നമ്മൾ എന്ത് ചെയ്യും, ഫുള്ള് പ്രിപ്പയർ ആയിട്ട് നമ്മൾ ഗേറ്റ് 2022 നമ്മൾ ഫേസ് ചെയ്യുള്ളൂ. അത് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഫേസ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ഗേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. ഓക്കെ, വേറെ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഗേറ്റിൽ നമുക്കറിയാം മൊത്തത്തിൽ ഓവറോൾ പിക്ചർ എന്താണ്. 65 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ 100 മാർക്കാണ് നമുക്ക് ചോദിക്കുക അല്ലേ. 100 മാർക്കിലാണ് ചോദിക്കുക. അതിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും 15 മാർക്കിന് ചോദിക്കും. ബാക്കി മാത്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് എന്താണ് 13+ ആവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ബാക്കിയുള്ള പോർഷൻ മൊത്തം സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ സിലബസ്. ഈ സിലബസ് അറൗണ്ട് 70 to 75 മാർക്ക് വരെ ചോദിച്ചേക്കാം. 70 to 75 മാർക്കിന് ചോദിക്കാറുണ്ട്. അത് റേഞ്ച് മാറിക്കൊണ്ടിരിക്കും. ഈ 70 ക്വസ്റ്റ്യനിലെ 70% ക്വസ്റ്റ്യൻസ്, ഈ 70 ക്വസ്റ്റ്യൻ്റെ 70% ക്വസ്റ്റ്യൻസ് നമുക്ക് 50% സിലബസ് എന്നാണ്. സോ വളരെ അഡ്വാൻറ്റേജ് ആണ്. ഏറ്റവും വലിയ കുറേ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് അതിലൊന്നാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ഓക്കെ അല്ലേ? സോ നമ്മുടെ സ്ട്രാറ്റജി എപ്പോഴും എന്തായിരിക്കണം, തിയറി നമുക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയാണ് നമ്മൾ ലെക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന നോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നോട്ടുകൾ നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് നിങ്ങൾക്ക് എഴുതാണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി എഴുതുക. അതിനനുസരിച്ച് നിങ്ങൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾ മൈക്രോ നോട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നും കൊണ്ട് പേടിക്കേണ്ട,
നമ്മൾ പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ചെയ്തു പോകും. ഓക്കെ അല്ലേ? ഓരോ സെഷനിലും നമ്മളൊരു മിനിമം ഒരു 5-6 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ചെയ്യും. ഓരോ ടോപ്പിക്കിനും റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കൺസെപ്റ്റ് നമ്മൾ പറയും. ആ കൺസെപ്റ്റിന് റിലേറ്റഡ് നമ്മൾ എന്ത് പറയും? ക്വസ്റ്റ്യൻസ് പറയും. പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് ഓരോ ലൈൻ കൺസെപ്റ്റ് പറയും നമ്മൾ. ഓക്കെ അല്ലേ? ആ കൺസെപ്റ്റിന് വന്ന ക്വസ്റ്റ്യൻ നമ്മൾ പറയും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ അത് പ്രീവിയസ് ഇയർ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കും ക്ലാസ്സിൽ. ഓക്കെ അല്ലേ? അതിന് പുറത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നുന്ന നിങ്ങൾ ചെയ്യേണ്ട എന്ത് മാത്രമാണ്? നോട്ട്സ്, ഷോർട്ട് നോട്ട്സ്, മൈക്രോ നോട്ട്സ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റ്യനുകൾ നിങ്ങൾ അത് നോട്ട് ചെയ്യണം. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം, ഇനി എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ കിട്ടാൻ പറ്റുമോ? എവിടെ നിന്നൊക്കെ കിട്ടും? നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പ്രാക്ടീസ് ക്വസ്റ്റ്യനുകൾ തരാറുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരുപാട് ക്വസ്റ്റ്യൻ സെറ്റുകൾ അവൈലബിൾ ആണ്. ഇവിടുത്തെ തന്നെ എന്തുണ്ട്? നിങ്ങൾക്ക് ഓൺലൈൻ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. ഇതിലെല്ലാം എന്താ ഉള്ളത്? ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? സോ നമ്മളെ മെന്റാലിറ്റി എങ്ങനെയായിരിക്കും അറിയോ? നമ്മളെ മെന്റാലിറ്റി എങ്ങനെയായിരിക്കണം? നമ്മളെ പഠനം എന്ന് പറയുന്നത് ഒരു 70% ക്വസ്റ്റ്യനും 30% തിയറി ആയിരിക്കണം. നമ്മളെ പഠനത്തിൻ്റെ മെന്റാലിറ്റി എങ്ങനെയായിരിക്കണം? 70% ക്വസ്റ്റ്യനിൽ വേണ്ടിയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ എഫേർട്ട് കൊടുക്കണം. ക്വസ്റ്റ്യനുകൾക്കാണ് നമ്മൾ ഒരു 70% എഫേർട്ട് കൊടുക്കേണ്ടത്. 30% തിയറി മനസ്സിലാക്കാൻ കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? തിയറി നിങ്ങളെ മൈൻഡിൽ നിൽക്കണമെങ്കിൽ യു ഹാവ് ടു അപ്ലൈ ഇറ്റ് ആൻഡ് ക്വസ്റ്റ്യൻസ് ആർ ദ ബെസ്റ്റ് വേ ടു അപ്ലൈ ഇറ്റ്. ഓക്കെ അല്ലേ? സോ നമ്മുടെ മെന്റാലിറ്റി അങ്ങനെ ആയിരിക്കണം. ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് എന്നുള്ള മെന്റാലിറ്റിയാണ്. അതായത് എക്സാമ്പിൾ പറയാണ്, നിങ്ങൾ ഒരു ദിവസം 6 മണിക്കൂർ ഗേറ്റിന് വേണ്ടി പഠിക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ദിവസം 6 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ 2 മണിക്കൂറേ തിയറിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാവൂ. ബാക്കി 4 മണിക്കൂർ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ അല്ലേ? അത് 1, 2, 3 ക്വസ്റ്റ്യൻ ആയാലും കുഴപ്പമില്ല. പക്ഷേ ആ 4 മണിക്കൂറിലും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള എഫേർട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത്. കാരണം നമ്മൾ ഗേറ്റിൽ നോക്കിയേ 65 ക്വസ്റ്റ്യനുകളല്ലേ ചെയ്യുന്നത്. തിയറി നിങ്ങളോട് ചോദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. തിയറി 1 മാർക്ക് ചോദിക്കാം. പക്ഷേ 65 ക്വസ്റ്റ്യനുകളാണ്. ലെങ്തി ആയിട്ടുള്ള, വായിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന, ചെയ്യണ്ട എന്ന് തോന്നുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ അങ്ങനെ ഒരു സംഭവം ഫേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണ്ടേ? അതിനുവേണ്ടിയുള്ള ബെസ്റ്റ് പ്രിപ്പറേഷൻ എന്താണ്? അതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് അവൈലബിൾ ആണ്. അത് ചെയ്താൽ മതി, ഗേറ്റ് കിട്ടും. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻസുകൾ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മേജർ മെൻറ്റാലിറ്റി. തിയറി നമ്മൾ മനസ്സിലാക്കുക, അതൊന്ന് മൈൻഡിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നമ്മൾ ഷോർട്ട് നോട്ട് വെച്ചത് അത് എല്ലാ ദിവസവും റിവൈസ് ചെയ്യും. ആൻഡ് അതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ക്വസ്റ്റ്യനിലാണ്. ഓക്കെ അല്ലേ? സോ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. വീണ്ടും സമപ്പ് ചെയ്ത് പറയാം. ഗേറ്റ് 2022 നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ അതേ ട്രെൻഡ് തന്നെയാണ് കാണുന്നത്. എൻവയോൺമെൻറ്റൽ എഞ്ചിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. 10 മാർക്ക് എന്തായാലും ചോദിച്ചിരിക്കും. അതിൽ കൂടുതൽ ചോദിച്ചാലേ എന്തുള്ളൂ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൂ. 10+ മാർക്കിന് എന്തായാലും എന്ത് വരും? ഗേറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ അല്ലേ? വീണ്ടും പറയാം, ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. റിവിഷനും അതിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ എന്ത് ചെയ്യുക? തിയറി എല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ല, അത് തിയറി കഴിഞ്ഞിട്ടേ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളൂ എന്നുള്ള മൈൻഡൊന്നും വെക്കല്ലേ. ഞാൻ എല്ലാ തിയറിയും ആദ്യം പഠിക്കും, എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യും എന്നൊന്നും ആരും വിചാരിക്കരുത്. അതൊക്കെ വളരെ തെറ്റാണ്. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് നിങ്ങളെ നെഗറ്റീവായിട്ടേ ബാധിക്കുള്ളൂ. ഓരോ തിയറി മനസ്സിലാക്കുക മീൻസ് എഴുതി പഠിക്കൊന്നും വേണ്ട. ഓക്കെ, ഇങ്ങനെയാണ് കൺസെപ്റ്റ്, അങ്ങനെയാണ് കൺസെപ്റ്റ് എന്ന് നമുക്ക് കിട്ടുമല്ലോ, ചെറിയൊരു ഐഡിയ കിട്ടുമല്ലോ. ആ ചെറിയൊരു ഐഡിയ മതി. പെർഫെക്ഷൻ ഒന്നും നിൽക്കണ്ട. തിയറി വായിക്കുമ്പോൾ, തിയറി ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ചെറിയൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം മതി. ആ ഐഡിയ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിലാണ് നമ്മൾ പെർഫെക്ഷൻ കൊടുക്കേണ്ടത്. സോ ബെസ്റ്റ് തിങ് ഈസ് ടു ഡു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു തരും. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഏത് ക്വസ്റ്റ്യനും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. പോരാത്തതിന് ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. അല്ലാതെ തന്നെ ഇൻ്റർനെറ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? നമുക്ക് ബെസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കറക്റ്റായിട്ട് സ്ട്രാറ്റജി ഓർഗനൈസ്ഡ് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗേറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത് മാത്രം ഫോളോ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻസ്. നമ്മളെ ലെക്ചർ സീരീസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. എല്ലാം നമ്മൾ നല്ല കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് വരുന്നത്. പ്രോപ്പറായിട്ട് നോട്ടുണ്ട്. പ്രോപ്പറായിട്ട് നമ്മൾ ഫിഗറും എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് നോട്ട് വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ലെക്ചേഴ്സ് കാണുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ അല്ലേ? ഓൾ ദ ബെസ്റ്റ്.